ഇപ്പോൾ ഒരു പുതിയ വാർത്ത രണ്ടാമത്തെ വിജയം അതും LDF-നാണ്. 29,386 വോട്ടുകൾ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിജയം. അതോടൊപ്പം തന്നെ അജിംഷാദ്, നേരത്തെ നമ്മൾ ചാത്തന്നൂരിനെ കുറിച്ച് സംസാരിച്ചിരുന്നത്, ചാത്തന്നൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപകുമാർ വീണ്ടും ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 1486 എന്ന തരത്തിലേക്ക് വോട്ട് നില ഉയർത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ വേറൊരു വിജയം കൂടി വന്നിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി, അവിടെ നിലവിലെ MLA ആയിരുന്നു സേവ്യർ ചിറ്റിലപ്പള്ളി, വിജയിച്ചിരിക്കുന്നു. 5690 വോട്ടുകൾക്ക് ലീഡിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വിജയിച്ചിരിക്കും. ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ടെന്നാണോ? രാജ്കുമാർ കൊല്ലത്തെ വിവരം, പ്രത്യേകിച്ച് ചാത്തന്നൂർ കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് ഔട്ടായി. ചാത്തന്നൂരിൽ BJP അവരുടെ ഒരു സേഫ് സോണിലേക്ക് പോകുന്നുണ്ട്. B. ഗോപകുമാർ 1486 വോട്ടിന് ഇപ്പോൾ മുന്നിലാണ്. അതേസമയം ഈ കൊല്ലത്തിന്റെ മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചാൽ രാജ്കുമാർ ചാത്തന്നൂർ തന്നെ, ചാത്തന്നൂർ നിലവിൽ എത്ര റൗണ്ട് എണ്ണി, ഇനി എത്ര റൗണ്ട് എണ്ണാനുണ്ട്? അവിടെ ഇനി എണ്ണാനുള്ളത് BJPക്ക് സ്വാധീനമുള്ള മേഖലകൾ തന്നെയാണോ? എന്താണ് അതിന്റെ ഒരു വിശദമായ വിവരം? ഇനി ഏതാണ്ട് 5ഓളം റൗണ്ടുകളാണ് പൂർത്തീകരിക്കാനുള്ളത്. ചാത്തന്നൂരിൽ 3 റൗണ്ടാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. ആ 3 റൗണ്ടിലും ഇനി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് BJPക്ക് സ്വാഭാവികമായും ശക്തി കേന്ദ്രങ്ങളാണെന്നാണ് BJP അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ലീഡ് നില തുടരാനാണ് സാധ്യത. ഒരുപക്ഷെ അല്ലെങ്കിൽ അത് അവിടെ ഒരു അട്ടിമറി വിജയമായി മാറും, അവിടെ LDF ജയിക്കും. ഇതാണ് ചാത്തന്നൂർ സംബന്ധിച്ചിട്ടുള്ള സംഭവം. അതേസമയം ഇരിവിപുരത്ത് UDF 8720 വോട്ടിന്റെ മുന്നിലാണ്. കുന്നത്തൂര് UDF 20,268, കൊട്ടാരക്കരയിൽ LDF 467. ഇനി കൊട്ടാരക്കരയില് ഏറ്റവും ശക്തി കൊട്ടാരക്കരയിലെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോയാൽ, കൊട്ടാരക്കരയിൽ ഇനി എത്ര റൗണ്ടുകളാണ് എണ്ണി തീർക്കാനുള്ളത്? ഏതൊക്കെ തരത്തിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ? കൊട്ടാരക്കരയിൽ ഇനി 5 റൗണ്ടുകളോളം എണ്ണാനുണ്ട്. അവിടെ കൊട്ടാരക്കരയിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്ന 2 പഞ്ചായത്തുകളാണ്, വെളിയം, കരിപ്ര. ഈ 2 പഞ്ചായത്തുകളും ഇടതുപക്ഷ കോട്ടയായിട്ട് അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഇതിന്റെ ലീഡ് നില ഉയർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. നിലവിൽ 467 വോട്ടിന്റെ ലീഡാണ് കൊട്ടാരക്കരയിൽ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റേത്. പത്തനാപുരത്ത് UDF 5685 വോട്ടുകൾക്ക് അവിടെ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വോട്ടിൽ ഏതാണ്ട് 10,000-ഓളം വോട്ട് ഇക്കുറി ഇതുവരെ കിട്ടേണ്ട വോട്ടിൽ നഷ്ടം സംഭവിച്ചുവെന്നാണ് ഒരു വിലയിരുത്തൽ. ആ വോട്ട് UDF-ലേക്ക് പോയതായി കണക്കാക്കുന്നു. കരുനാഗപ്പള്ളിയിൽ 17,524 വോട്ട് UDF നേടിയിട്ടുണ്ട്. ചാത്തന്നൂർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർ ഒരു നല്ലൊരു ഭൂരിപക്ഷം നിലനിർത്താനുള്ള ഒരു ശ്രമത്തിലാണ്. ചടയമംഗലത്ത് 2,975 UDF-ന്റെ ഭൂരിപക്ഷം. പുനലൂരിൽ 21,313 വോട്ടിന്റെ ലീഡ്. വ്യക്തമായി തന്നെ അതൊരു രാഷ്ട്രീയ ഇടതുപക്ഷ മണ്ഡലമായിട്ട് അത് വീണ്ടും ആവർത്തിച്ചു തെളിയിക്കുന്നു. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 34,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കുണ്ടറയില് 4,000 വോട്ടിന്റെ ലീഡിൽ കഴിഞ്ഞ തവണ ജയിച്ച PC വിശ്വനാഥ് അത് ഇപ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 24,000. ഈ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തവണ 10 ഇടങ്ങളിലായിരുന്നു LDF-ന്റെ ശക്തമായ വിജയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ പുനലൂർ 11, അതായത് പുനലൂർ മാത്രമാണ് ഇപ്പോൾ 21,313. വ്യക്തമായ, അതായത് പുനലൂർ ഇടതു കോട്ടയാണ്, അത് അങ്ങനെ തന്നെ നിലനിർത്താൻ പുനലൂരിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു മണ്ഡലങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ വലിയ തരത്തിലുള്ള തിരിച്ചടി അവിടെയും ഉണ്ടായിട്ടുണ്ട്. ഈ കാലങ്ങളായി, അതായത് 2 പതിറ്റാണ്ടോളം തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം നിലയുറപ്പിച്ച പല മണ്ഡലങ്ങളിലും വലിയ തിരിച്ചടികൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഇരപുരമായാലും അതോടൊപ്പം തന്നെ കുന്നത്തൂരായാലും ഒക്കെ